ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയ ആ ഒരു സ്റ്റോക്കാണ്, നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് മുകളിൽ ഇതുവരെ ഉണ്ടായിരുന്ന അതിൻ്റെ മൊത്തം ഫണ്ടമെന്റലും അതിൻ്റെ ചാർട്ടിൽ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സോണിൽ ഒരുപാട് സമയം റെസിസ്റ്റൻസ് എടുത്തിരുന്നു. നിഫ്റ്റി റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് സെൻസാടെക് എന്ന സ്റ്റോക്കാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ഞാൻ പറഞ്ഞത് ഏകദേശം ഞാൻ കാണിച്ചു തരാം. ഇവിടെ അന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് പറഞ്ഞിരുന്നു ഏത് പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്ന് ഇന്ന് ആ ഒരു സ്റ്റോക്കിൻ്റെ റേറ്റ് എത്ര, ഏത് റേറ്റിലാണെന്നൊക്കെ നമുക്ക് ഒന്ന് പരിശോധിക്കാം, നോക്കാം. നല്ലൊരു സപ്പോർട്ടിങ് സോണാണ്. യെസ്, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു റേഞ്ച്, ഈ ഒരു നിങ്ങൾക്ക് കേഴ്സർ കാണാം, ഈ ഒരു റേഞ്ചിൽ ഇതൊരു സപ്പോർട്ടിങ്. അപ്പോൾ ഇതൊരു സപ്പോർട്ടിങ്. അതേപോലെ ഇവിടെ നമ്മൾ എന്താണ് 2-3 തവണ സപ്പോർട്ടിങ് എടുത്ത് കയറിയ സ്റ്റോക്കാണ് സെൻസാടെക്. ആ ഒരു സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം റെക്കമെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഏകദേശം 630-640 റേഞ്ചിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങാമെന്നാണ് നമ്മൾ പറഞ്ഞത്. കണ്ടോ, ഇവിടെ ഞാൻ ടെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 630-640 റേഞ്ചിലാണ് ആ ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങേണ്ടതെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു 640 റേഞ്ചിൽ ആ സ്റ്റോക്ക് വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു സ്റ്റോക്കിൻ്റെ, ഇന്ന് ഫ്രൈഡേ ആണ്, ഇന്ന് ആ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് നമുക്ക് ഒന്ന് ഇന്നത്തെ ചാർട്ട് അനാലിസിസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. വാല്യൂ ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂവിലാണ് നമ്മൾ ആ സ്റ്റോക്കിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് വ്യൂവിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച് കാണിച്ചത്. അപ്പം നമുക്ക് ട്രേഡിംഗ് വ്യൂ ആണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സെൻസാടെക് എന്ന സ്റ്റോക്ക് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ ഇന്നത്തെ പ്രൈസ് റേഞ്ച് ഒന്ന് പരിശോധിക്കാം, നമുക്ക് ചെക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് 640 റേഞ്ചാണ് അല്ലേ. അപ്പോൾ 630-640 റേഞ്ചിലായി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റോക്ക് പറഞ്ഞതിൽ നിന്ന് ഇന്നലെ ഏകദേശം ആ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രൈസ് റേഞ്ച് ആണ് വരച്ച് കാണിച്ചു തരാം, എത്രത്തോളം അതിൻ്റെ പ്രൈസ് റേഞ്ച് എത്രത്തോളം ഹൈക്കായിട്ടുണ്ടെന്ന്. നമ്മുടെ പ്രൈസ് റേഞ്ച് ചെക്ക് ചെയ്യുന്ന ടൂളാണ്. നമ്മൾ പറഞ്ഞത് പ്രകാരം 640 ഓക്കെ, 640 ആ ഒരു റേഞ്ചിൽ നമ്മൾ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഏകദേശം $700 ആ ഒരു റേഞ്ചിൽ വരെ നമ്മൾ സ്റ്റോക്ക് പോയിട്ടുണ്ട്. 700 പ്രൈസ് റേഞ്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 640 ഇനി 650 റേഞ്ചിൽ എടുത്തിരുന്നെങ്കിൽ നമുക്കൊരു 50 പോയിൻ്റ് അവിടെ നമുക്ക് പ്രോഫിറ്റ്, എത്ര 50 പോയിൻ്റ് അല്ലേ. അപ്പോൾ ഒരു 50 പോയിൻ്റ് നമുക്ക് അവിടെ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സെൻസാടെക് എന്ന ആ ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ റെക്കമെൻഡ് ചെയ്തു, നമ്മൾ സ്റ്റഡി ചെയ്തു. ആ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ വാല്യൂ ഇന്നലെ 700 പോയി, പിന്നെ ഇന്ന് വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. 686 റേഞ്ചാണ് ഇന്നത്തെ ഹൈ. അപ്പോൾ ഇത്രയും ഈ ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റോക്ക് എത്തിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് മറ്റൊരു സ്റ്റോക്ക് കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു, അതുകൊണ്ട് നോക്കാം. ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നമുക്കൊന്ന് പരിശോധിക്കാം. IMF എന്നൊരു സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പറഞ്ഞത് 600 ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ 600 റേഞ്ചിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കാം. 590 അല്ലെ, 590-600 ആ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കമ്പനിയെ നമുക്ക് കൺസിഡർ ചെയ്യാം, അതിൻ്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് വാങ്ങാം. അപ്പം ഞാൻ റേറ്റ് കൂടെ എടുക്കുള്ളൂ. 590 അതേപോലെ ഒരു 600 ഈ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, റേറ്റ് എത്തുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ IMF സ്റ്റോക്ക് നമ്മൾ 590-600 റേഞ്ചിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ അത് പറഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റോക്ക് ഏകദേശം 600-610 റേഞ്ചിൽ നമ്മൾ എടുത്തിരുന്നെങ്കിലും നമ്മൾ ആ ഒരു സ്റ്റോക്ക് 600 ഇവിടെയാണ്. ഇപ്പോൾ നമ്മൾ 610-614 ഈ ഒരു റേഞ്ചിൽ 610 റേഞ്ചിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റോക്ക് എടുത്തിരുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. 615 അല്ലെങ്കിൽ 610-15 റേഞ്ചിൽ നമ്മൾ എടുത്തിരുന്നെങ്കിലും ആ ഒരു സ്റ്റോക്ക് ഏകദേശം
67, ഓക്കെ 667 ആ ഒരു റേഞ്ചിൽ അത്രയും നമ്മുടെ സ്റ്റോക്കിൻ്റെ റേറ്റ് കയറി. അപ്പോൾ ഒരു 8.9% നമുക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞ 600 ആ ഒരു റേഞ്ചിൽ നമ്മുടെ സ്റ്റോക്ക് നമ്മൾ പിക്ക് ചെയ്തിരുന്നെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും ഈ സ്റ്റോക്ക് കറക്റ്റ് ഫണ്ടമെൻ്റലും അതേപോലെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു സ്റ്റോക്ക് ഇതേപോലെ എൻ്റെ സ്റ്റോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 2 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വാച്ച് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, എന്നാലും ഞാൻ എൻ്റെ കുറച്ച് പഠിച്ച കാര്യങ്ങൾ വെച്ച് ഞാൻ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യുകയാണ്, അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ആ ഒരു സ്റ്റോക്കിന് വീഡിയോസ് ആയിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ വീണ്ടും വരും. പുതിയ കുറച്ച് സ്റ്റോക്കുകളുണ്ട്. അപ്പം ആ ഒരു സ്റ്റോക്ക് തിങ്കളാഴ്ച മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാർക്കറ്റിൽ വാച്ച് ചെയ്യാം. ആ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമുക്ക് സ്റ്റഡി നടത്താം. ഓക്കെ, താങ്ക് യു.